നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 9, 10, 11 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ ജ്യോതിഷമൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണയായിട്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അപ്പോൾ അത് ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഈ ദിവസങ്ങളിലെ രാശിഫലങ്ങൾ അഥവാ ദിനഫലങ്ങൾ. അപ്പോൾ ഇതിൻ്റെ 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ചുരുക്കിയാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മാർച്ച് 9 രാവിലെ 9:29 AM മുതൽ മാർച്ച് 11 രാത്രി 10 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം നമുക്ക് ഈ രാഹുകാലം നോക്കാം. കാര്യം രാഹുകാലം ഈ കലണ്ടറിലൊക്കെ കിടക്കുന്നതൊന്നും കറക്റ്റൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ് അത്. എന്നാൽ അത്യാവശ്യം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്. യാത്രയൊക്കെ പോകുമ്പോഴാണ് പ്രധാനമായിട്ട് നമ്മൾ രാഹുകാലം നോക്കേണ്ടത്. ബാക്കിയുള്ള കാര്യത്തിനൊന്നും അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഈ രാഹുകാലം നിൽക്കുമ്പോൾ. രാഹുകാലം മാത്രമല്ല, വേറെയൊക്കെ ഒരുപാട് കാലങ്ങളുണ്ട്. അതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ആ രീതിയിലായിരിക്കും. എന്തായാലും രാഹുകാലം 9-ാം തീയതി രാവിലെ 8:10 AM മുതൽ 9:39 AM വരെയാണ് 9-ാം തീയതി രാഹുകാലം. കലണ്ടറിൽ അത് തിങ്കളാഴ്ച രാവിലെ 7:30 തൊട്ട് 9 മണി വരെയാണ്. ഓക്കെ, അപ്പോൾ 9:39 AM വരെയാണ് രാഹുകാലം നടക്കുന്നത്. 9-ാം തീയതി തിങ്കളാഴ്ച. 10-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:35 PM മുതൽ വൈകിട്ട് 5:04 PM വരെയാണ് 10-ാം തീയതി ചൊവ്വാഴ്ച രാഹുകാലം. ഇത് ഡെയിലി മാറുന്നുണ്ട്, ആഴ്ചതോറും മാറുന്നുണ്ട് ഓരോ അതിൻ്റെ മിനിറ്റും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ തന്നെ ഇത് നമ്മൾ ഏകദേശം കണക്കാക്കുന്ന തൃശ്ശൂർ ബേസ് ചെയ്താണ് നമ്മളിത് ഈ രാഹുകാലം കണക്കാക്കിയേക്കുന്നത്. അത് 4-5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാം പരമാവധി. ഓക്കെ, അത് ശ്രദ്ധിക്കാം. 11-ാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് 12:36 PM മുതൽ ഉച്ചയ്ക്ക് 2:06 PM വരെയാണ് രാഹുകാലം. 11-ാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഉചിതം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്, അത്യധികം ഗുണാധിക്യമാണ്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ്. ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഒരു വഴിപാട് നടത്തുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ഈ കുംഭം മാസം മുഴുവൻ നേട്ടമായിരിക്കും. പിതൃഗുണം, സന്താന നേട്ടം. ചൊവ്വയും സൂര്യനും സർപ്പവും അനുകൂലമായതുകൊണ്ട് പിതൃസ്വത്ത് ലഭിക്കാം, പൂർവിക സ്വത്ത് ലഭിക്കാം. നേരത്തെ കിട്ടിയവർക്ക് അതിൽ നിന്ന് ആദായം വർദ്ധിക്കുകയും ചെയ്യും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ നേട്ടമുണ്ടാവും. അതുപോലെ നിയമപരമായ പ്രശ്നങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. മേടൻ രാശിക്ക് പൊതുവെ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ഇടവൻ രാശി, ഇടവൻ രാശിക്കാരാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. ഓക്കെ, അവർക്ക് ഈ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, ഇവിടെ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ ഉൾപ്പെടെ 7 ഗ്രഹങ്ങൾ അനുകൂലവുമായിട്ടാണ് നിൽക്കുന്നത്. ഡയറക്റ്റായിട്ട് അനുകൂലം, പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല.
സർപ്പവും ശിഖയും ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയില ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. 9, 10, 11 തീയതികളെന്ന് പറയുമ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധനാണ്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ബന്ധങ്ങൾ അനുകൂലമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും, സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നേട്ടമുണ്ടാക്കാൻ പറ്റും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടും. പിന്നെ കുംഭം, മീനം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമകാര്യങ്ങളിൽ നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. സാങ്കേതിക രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും വ്യാഴവും പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്, എങ്കിലും പൊതുവെ വലിയ നേട്ടമൊന്നുമില്ലാത്ത ദിവസങ്ങളാണ്. കാരണം ഇവിടെ 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 2 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ടും നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമെന്ന് നമ്മൾ പറയുന്നെങ്കിലും കാര്യമായ നേട്ടങ്ങളില്ലാത്ത ദിവസങ്ങളാണ്. കാരണം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ പ്രതികൂലം അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നിൽക്കുന്നത്. കാര്യമായ ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് വരുന്നില്ല. മിഥുനം രാശിക്ക് സാധാരണ ദിവസങ്ങളായിട്ട് അനുഭവപ്പെടും ഈ ദിവസങ്ങൾ. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ശുക്രനും ബുധനും അനുകൂലമാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഒരു പരിധിവരെ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒരു പരിധിവരെ ഉണ്ടാവുമെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അത് വ്യാഴം, സർപ്പം, ചൊവ്വ, സൂര്യൻ. അതായത് അഷ്ടമത്തിലാണ് സൂര്യൻ, ചൊവ്വ, സർപ്പം ഇവ നിൽക്കുന്നത്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ഓക്കെ, ഞാൻ കർക്കിടക ലഗ്നമാണ്, ചെറിയ പ്രശ്നമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം തുലാം രാശി ആണെങ്കിലും കർക്കിടക ലഗ്നമാണ്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുമ്പോൾ നിങ്ങളുടെ ലഗ്നവും രാശിയും ഒരുമിച്ച് നോക്കണം. 2 ഫലങ്ങളും ഒരുമിച്ച് ഇടകലർന്ന് വരും. അപ്പോൾ കർക്കിടക കർക്കിടക ലഗ്നക്കാരനായ എനിക്ക് ചെറിയൊരു വരിയുടെ ലക്ഷണം പോലെ ഉണ്ട്. തുലാം രാശിയുടെ ഒക്കെ അത്ര മെച്ചമായിട്ടുള്ള സമയമൊക്കെയാണ്. എന്നാൽ തന്നെയും ഇനിയിപ്പോൾ ഈ 9, 10, 11 തീയതികളിൽ ചന്ദ്രൻ അനുകൂലമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ അതൊക്കെ ചെറിയൊരു ശാരീരിക അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ കർക്കിടകം ലഗ്നക്കാർക്കും കർക്കിടക രാശിക്കാർക്കും ഇമ്മിണി പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാമെങ്കിലും അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം അഷ്ടമത്തിൽ കയറി 3 പാപഗ്രഹങ്ങളെ കൊണ്ട് ക്ലച്ച് പിടിച്ച് നിൽക്കുകയാണ്. ഇമ്മിണി പ്രയാസമാണ്. അത് മാത്രമല്ല വ്യാഴം പ്രതികൂലവുമാണ്. 12ാം ഭാവത്തിൽ ഏസ്ഥാനത്താണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ കഴിവതും മാറ്റി വെക്കുക. കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അപ്പോൾ കർക്കിടക രാശിക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്തര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഇമ്മിണി പ്രശ്നമാണ്. കാര്യം ഇവിടെ ചന്ദ്രൻ അനുകൂലമല്ലാതാവുകയും ഗുണദോഷ സമ്മിശ്രമായിട്ട് വരികയും ചെയ്യുന്നു. അതേസമയം 7ാം ഭാവത്തിൽ
സർപ്പം, സൂര്യൻ, ചൊവ്വ, ബുധൻ ഇവ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ജീവിത പങ്കാളിയായിട്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിവേകപൂർവ്വം പരിഹരിക്കാം. പിന്നെ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ശനിയാഴ്ച അഷ്ടമശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴമൊക്കെ 11ാം ഭാവത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5 പാവഗ്രഹങ്ങളാണ് ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലവുമല്ല. അപ്പോൾ അത്യാവശ്യം ഈ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ കുറച്ചൊക്കെ കിട്ടും. എങ്കിലും പൊതുവെ തടസ്സങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കാൻ പറ്റുന്നെങ്കിൽ മാറ്റിവെക്കാം. പിന്നെ തീരെ നിവർത്തിയില്ലെങ്കിൽ ചെയ്യാം. ഓക്കെ. ചിങ്ങൻ രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. ഇവിടെ ഇവർക്ക് ചന്ദ്രൻ കൂടി അനുകൂലമായിട്ട് വന്നപ്പോൾ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കും. നേരത്തെ കിട്ടിയവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ ഉണ്ടാവും. ബൗദ്ധിക മേഖലയിൽ നേട്ടങ്ങളുണ്ടാവും. പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഇവിടെ പ്രതികൂലമല്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറുന്നു. 4 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. എങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല. അതുകൊണ്ട് ഇവർക്ക് ഗുണാധിക്യം പറയാം. ഓക്കെ. ഞാൻ തുലാം രാശിയും കർക്കിടക ലഗ്നം ആയതുകൊണ്ട് അത്യാവശ്യം ഈ കർക്കിടക ലഗ്നമാണല്ലോ ഞാൻ. അപ്പോൾ കർക്കിടക ലഗ്നത്തിന് അത്ര സുഖകരമായിട്ടുള്ള ദിവസങ്ങളല്ല. കാര്യം അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും സർപ്പവും നിൽക്കുന്നു. അപ്പോൾ ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. ചെറിയതാണ്, പനിയായിട്ടൊന്നുമില്ല, എന്നാൽ തന്നെയും ചെറിയ പ്രശ്നങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 8ാം തീയതി ഇടുന്നത്, നാളെ മുതലുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഇന്ന് ചെറിയ ഒരു അനക്കം തുടങ്ങിയിട്ടുണ്ട്. എനിവേ, ഇവിടെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് നമ്മൾ പറയുന്നത്. ഇവരേർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത ഉണ്ട്. പിന്നെ സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അത്യാവശ്യം നമുക്ക് ഈ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വയും വ്യാഴവും പ്രതികൂലമാണ്. വാഹനം ഓടിക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കുക. അപകടങ്ങൾ കരുതലോടെ ഇരിക്കുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഒരു പരിധി വരെ ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഫലം പറയുന്നത്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ് 12ാം ഭാവത്തിൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത് ഈ ദിവസങ്ങളിൽ. എങ്കിലും ഇവർക്ക് പ്രധാനപ്പെട്ട സൂര്യൻ, ചൊവ്വ, സർപ്പം, വ്യാഴം ഇവയൊക്കെ അനുകൂലമാണ്. ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. സൂര്യൻ അനുകൂലമായതിനാൽ കുംഭമാസം മുഴുവൻ ഇവർക്ക്
നേട്ടങ്ങളായിരിക്കും, തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കും, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്, ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും, പിന്നെ ഭൗതിക സുഖങ്ങൾ. പൊതുവെ ധനുരാശിക്ക് നേട്ടങ്ങളാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിലെ വഴിപാട് നടത്തുക, ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ പതുക്കെ വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. സാങ്കേതിക മികവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ശനി അനുകൂലമാണ്. അപ്പോൾ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത കാണുന്നു. പിന്നെ വ്യാഴം പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക, പാൽപ്പായസം, അതുപോലെ തന്നെ തുളസിമാല, മറ്റ് വഴിപാടുകളൊക്കെ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്. ഇനി കുംഭം രാശി. കുംഭം രാശിക്ക് അത്യാവശ്യം പ്രതികൂലമായിട്ട് ഉള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രനും വ്യാഴവും ശുക്രനും ഒക്കെ അനുകൂലമാണ്. എങ്കിലും 5 പാവഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതും ലഗ്നത്തിൽ സൂര്യൻ, ബുധൻ, ചൊവ്വ, സർപ്പം, ഇവ 3 പാവഗ്രഹങ്ങൾ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവും. ഓക്കെ, ഭൗതിക സുഖങ്ങളൊക്കെ ഒരു പരിമിതി വരെയൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ തടസ്സങ്ങളാണ്. കഴിവതും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. പിന്നെ തീരെ നിവർത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ. പിന്നെ മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മാറി നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാം. കുറഞ്ഞ വർഷം ചന്ദ്രനും വ്യാഴവും ശുക്രനും അനുകൂലവും കൂടിയാണല്ലോ. അപ്പോൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക് അത്യാവശ്യം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്. ജന്മശനിയാണ്. അപ്പോൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത്, ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് സൂര്യൻ, ബുധൻ, ചൊവ്വ, സർപ്പം ഇവയൊക്കെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന്, നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ നാവ് പിഴ ശ്രദ്ധിച്ചോണം. ബുധൻ 12ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, പൊതുവേ ഇവർക്ക് അത്ര വലിയ മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല. അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെ പൊതുവെ എല്ലാം ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ 9-10 തീയതികളിൽ മാറ്റിവെക്കാം. ഓക്കെ, തീരെ നിവർത്തിയില്ലെങ്കിൽ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 9-ാം തീയതി തിങ്കളാഴ്ച നീല, വെള്ള. 10-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്. 11-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ. അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 9-ാം തീയതി രാവിലെ 5:04 AM മുതൽ രാവിലെ 5:52 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 9-ാം തീയതി. 10-11 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം 5:03 AM മുതൽ 5:51 AM വരെയാണ്. 10-11 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 9-ാം തീയതി ഉച്ചയ്ക്ക് 12:13 PM മുതൽ ഉച്ചയ്ക്ക് 1:01
1 PM വരെയാണ്. 9-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം, 10-ാം തീയതി 12:13 തൊട്ട് 1 മണി വരെ ആണ് അഭിജിത്ത് മുഹൂർത്തം. 10-ാം തീയതി 11-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ഈശ്വര ക്ഷേത്ര ദർശനങ്ങൾക്കും പ്രാധാന്യം നൽകുക. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 9-3-2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 3, 2, 6 ഇവ ഭാഗ്യസംഖ്യകളാണ്. 10-3-2026 5, 1, 9, 0, 3, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 11-3-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 1, 3, 8, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.